ഹായ് വെൽക്കം ബാക്ക് ടു മൈ ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേ ആണ് കേട്ടോ. ഞങ്ങളുടെ വീടൊക്കെ ഇന്ന് ഫുള്ള് നിറഞ്ഞു. കാരണം റൂംസിലൊക്കെ ആൾക്കാരൊക്കെ ഫില്ല് ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഹാളിൽ വരെ നല്ല ബെഡൊക്കെ ഇട്ട ദിവസമാണ്. ഈ റൂമിൽ ഒരാളുണ്ട് കേട്ടോ, സർപ്രൈസാണ്. ഹലോ ഗൈസ്. ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഹൗസ്ഫുള്ളാണ് കേട്ടോ. ഞങ്ങളുടെ അച്ഛൻ വന്നിട്ടുണ്ട്, അമ്മ വന്നിട്ടുണ്ട് ചിഞ്ചുവിൻ്റെ വീട്ടിൽ നിന്ന്, കോഴിക്കോട് നിന്ന് അച്ഛനും അമ്മ വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അച്ചക്കുട്ടൻ വന്നിട്ടുണ്ടെന്ന് ഉറങ്ങാണ്. പിന്നെ ഞങ്ങളെ പ്രസവിച്ച് കിടക്കുന്ന അനിയത്തി വരെ കിച്ചണിലൊക്കെ കയറി കേട്ടോ. കാരണം ഇന്ന് രാവിലെ നല്ല തിരക്കല്ലേ. പിന്നെ ഞങ്ങൾ ഇന്നലെ ഉറങ്ങാൻ ഒത്തിരി ലേറ്റായി. അപ്പം എനിക്ക് എണീക്കാൻ ഭയങ്കര പാടായിരുന്നു ഇന്ന് രാവിലെ നേരത്തെ തന്നെ. അപ്പം അനിയത്തിയൊക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അമ്മ ഇന്ന് രാവിലെ നല്ല തുമ്മലാട്ടോ. അമ്മയ്ക്ക് ഭയങ്കര അലർജി ഉണ്ട്, പൊടി ഈ സ്മെല്ലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ഒരു പച്ചമുളക് പുതിയത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അമ്മ തുമ്മിക്കൊണ്ട് നടക്കണം കേട്ടോ, പാവം. പക്ഷെ ഇന്ന് എല്ലാവരും ഉള്ളത് കൊണ്ട് വെറുതെ അങ്ങ് ഇരിക്കാനും പറ്റില്ലല്ലോ. പിന്നെ ഇന്ന് കിച്ചണൊക്കെ ആകെ മെസ്സാണ് കേട്ടോ, കാരണം രാവിലെ നല്ല തിരക്കല്ലേ കിച്ചണിൽ. അങ്ങനെ ഇന്ന് രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ്, അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുട്ട് കടല. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയാക്കാൻ തീരുമാനിച്ചു. പിന്നെ പഴം പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഒന്നും അച്ഛനും അമ്മയ്ക്കൊന്നും രാവിലെ ഇഷ്ടമല്ല. പക്ഷെ ഞങ്ങൾ രാവിലെ ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിച്ചു. അച്ഛൻ പുട്ടും കടലയും പഴം വേവിച്ചതും ഒക്കെ കൂട്ടിയിട്ടാണ് അവർ കഴിച്ചത് കേട്ടോ. പപ്പ പിന്നെ ധൃതി കൂട്ടി രാവിലെ നേരം വൈകി എന്നൊക്കെ പറഞ്ഞിട്ട് പപ്പ വേഗം വേഗം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, പാർക്കിലൊക്കെ. അതിനിടയ്ക്ക് അനിയത്തി അച്ഛന് അവിടുത്തെ കടലക്കറിയാണ് കൂടുതൽ ഇഷ്ടം. കാരണം ഇവിടുത്തെ തേങ്ങ അരച്ച കറികളൊന്നും വലിയ താല്പര്യമില്ല. അപ്പം കോഴിക്കോടൻ സ്റ്റൈലിൽ കടലക്കറിയൊക്കെ ആളുണ്ടാക്കുകയാണ്. അപ്പോൾ പുട്ട് ഒക്കെ ആവാൻ ലേറ്റ് ആകുന്നതുകൊണ്ട് ഞാനെന്ത് ചെയ്തു, ഇന്നലത്തെ ദോശ മാവ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ദോശ, പിന്നെ ഇന്നത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. രാവിലത്തേക്ക് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല വറുത്ത മല്ലിയൊക്കെ ആക്കിയിട്ടുള്ള ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം അങ്ങനെ വേഗം വേഗം തന്നെ കഴിച്ചു കേട്ടോ. കാരണം അത് കഴിഞ്ഞിട്ട് കുറേ പണികളുണ്ടായിരുന്നു. അപ്പം വേഗം തന്നെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ അനിയത്തി കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നൈസ് കടലക്കറിയായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഒരു പച്ചമുളക് കീറിയിട്ടിട്ടുണ്ടായിരുന്നു. നല്ല യമ്മി മണമായിരുന്നു കേട്ടോ. നല്ല പച്ചമുളകിൻ്റെ മണം, അടിപൊളിയായിരുന്നു കറി. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. എന്ന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എനിക്കൊന്നും ആരും കിട്ടിയില്ല കേട്ടോ. കാരണം ഈ റൂമിൽ കിടക്കുന്ന ആളുണ്ടല്ലോ, ഒരു സർപ്രൈസ് ആൾ ഇന്നലെ വന്നപ്പോൾ കുറേ ബിസ്ക്കറ്റും മിഠായികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് അതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ കുഞ്ഞിപ്പാറ് പിന്നെ എണീച്ചിട്ടില്ല, സ്റ്റിൽ ഉറക്കമാണ്. ആൾ പിന്നെ 9 മണി 10 മണിയൊക്കെ ആകുമ്പോഴേ ആൾ എണീക്കത്തുള്ളൂ. പിന്നെ അമ്മയൊക്കെ ഇതേ പോകാൻ റെഡിയായി. അച്ഛനൊരു ഹോസ്പിറ്റൽ വിസിറ്റ് ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് നേരത്തെ തന്നെ റെഡിയായി കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ് കേട്ടോ, ഞങ്ങൾ അച്ചിക്കുട്ടൻ. ഒത്തിരി ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛനും ഞങ്ങളുടെ അച്ചക്കുട്ടനും എല്ലാവരും ഉള്ളൊരു ഹാപ്പി ആയിട്ടുള്ള ഡേ ആയിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ അച്ഛനും അമ്മയൊക്കെ ഉച്ചയ്ക്കൊക്കെ പോകുമെന്ന് വിചാരിച്ചത്, പക്ഷേ അവർ രാവിലെ തന്നെ പോയി കേട്ടോ. അതുകൊണ്ട് ഫുൾ അത്ര വലിയ ഹാപ്പിനെസ് ഇല്ല. രാവിലെ തന്നെ ഒരു ഹാപ്പിനെസ്സിൻ്റെ പകുതി രാവിലെ തന്നെ പോയി കേട്ടോ. അച്ഛൻ ഇറങ്ങാമെന്ന് പറഞ്ഞ് കുറേ നേരമായിട്ട് ഇരിക്കുന്നു. അച്ഛൻ ആക്ച്വലി ഖത്തറിലാണ്. അപ്പോൾ ആൾ 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ മക്കളെയൊക്കെ ഒന്ന് കാണാമെന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പം കുറച്ച് ചിഞ്ചുവിൻ്റെ അടുത്ത് കൊടുക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ആളെടുക്കും, പിന്നെ വീണ്ടും കുറച്ച് നേരം ചിഞ്ചുവിന് കൊടുക്കും, പിന്നെയും വീണ്ടും എടുക്കും. ആൾക്ക് പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. കാരണം ആൾക്ക് മക്കളെന്ന് വെച്ചെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പ്രത്യേകിച്ച് പേരക്കുട്ടികൾ. ഇന്ന് ഞങ്ങൾ ജിമ്പുക്കുട്ടൻ രാവിലെ തന്നെ നല്ല വാശിയായിരുന്നു. അപ്പം ഞാൻ നൈസായിട്ട് ഓരോന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് ആളെ എടുത്ത് കൊണ്ടുവരികയാണ് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്, പക്ഷേ എന്താ ചെയ്യുക, ചില സന്ദർഭങ്ങളിൽ നമ്മൾ എടുക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ അങ്ങനത്തെ ഒരു സന്ദർഭമായിരുന്നു ഈ ഒരു കാര്യം. അങ്ങനെ എൻ്റെ അപ്പൂസൻ ഇന്ന് നല്ല ഫോട്ടോഗ്രാഫിയാണ് കേട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോ എടുക്കാനൊക്കെ കേട്ടോ. ജിംബു കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഇത്ര അധികം ഒരു ക്യാമറയോട് വലിയ താല്പര്യം, അങ്ങനെ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അപ്പൂസൻ നേരെ ഓപ്പോസിറ്റാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൂന് ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്. ക്യാമറയൊക്കെ കിട്ടിയാൽ ഭയങ്കരമായിട്ടൊരു ഭയങ്കര കൈയിങ്ങനെ വിറച്ചിട്ടൊക്കെ ഇങ്ങനെ വേഗം 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 എടുക്കും, ഭയങ്കര ധൃതിയോട് കൂടെയൊക്കെ ആയിട്ട്. അപ്പോൾ അമ്മയുടെ എല്ലാവരുടെയും ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം എല്ലാവരുടെയും ഉണ്ട്, ഓരോരോ പോർട്രേറ്റ് പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അമ്മൂട്ടി, വല്യമ്മ, നീനമ്മ അവരോടൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല പോവാന്നുള്ളത്. ഉച്ചയ്ക്ക് പോകുന്നതാണല്ലോ അച്ഛൻ വിചാരിച്ചത്. അപ്പോൾ രാവിലെ പോവാന്ന് പറഞ്ഞപ്പോൾ ആർക്കും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അവരെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചാമ്പയുടെ മരമുണ്ട്. അപ്പോൾ അതിൽ അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ചാമ്പയ്ക്ക ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് കുറേ ചാമ്പയ്ക്ക കിട്ടി. അപ്പോൾ ഞങ്ങളിന്ന് അത് കുറേ കഴിക്കുകയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇവർ 3 പേരും കൂടെ വിൻചേട്ടൻ്റെ തോളത്ത് കയറിയിട്ട് ചാമ്പയ്ക്ക പറിക്കാനുള്ള പോക്കാണ് കേട്ടോ ഇത്. പക്ഷെ 3 പെൺകുട്ടികളൊന്നും എടുക്കാനുള്ള കപ്പാസിറ്റി അച്ചക്കുട്ടന് ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ വിൻചേട്ടൻ അതേ കാറ് വല്യച്ഛൻ്റെ വീട്ടിലാണ് ഇട്ടിരുന്നത്, അച്ഛൻ്റെ കാറ്. അപ്പം കാറൊക്കെ ഇവിടെ തന്നെ കൊടുന്നിട്ടു. പിന്നെ ഈസി ആവുമല്ലോ അച്ഛന് സാധനങ്ങളൊക്കെ വയ്ക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ ചാമ്പയ്ക്കയൊക്കെ പൊട്ടിച്ചു. അതിനിടയ്ക്ക് ചാമ്പയ്ക്ക പഴുത്തതും പച്ചയും എല്ലാം പൊട്ടിച്ചു കേട്ടോ മക്കൾ. ഞങ്ങളിങ്ങനെ പഴുത്തത് മാത്രമേ എടുക്കുമായിരുന്നുള്ളൂ. വിൻചേട്ടൻ അതിനിടയ്ക്ക് ഇതേ കായക്കുലയൊക്കെ ഉണ്ടായിരുന്നു, നേന്ത്രപ്പഴം, ചീര ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വണ്ടിയിലേക്ക് വെക്കാൻ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അങ്ങനെ വലിയ മൈൻഡൊന്നും ചെയ്യാറില്ല. പക്ഷേ ഇന്ന് എന്ത് പറ്റിയെന്നറിയില്ല, ഇന്ന് നല്ല ഹെൽപ്പിംഗ് മൈൻഡൊക്കെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ ആൾക്ക്. അപ്പോഴേക്കും നമ്മളെ വല്യമ്മയും നീനമ്മയും അമ്മൂട്ടിയും എല്ലാവരും വന്നു. വല്യച്ഛനും ഒന്നും എത്തിയിട്ടുണ്ടായില്ല, കാരണം അവരൊന്നും അറിഞ്ഞില്ലായിരുന്നു അച്ഛൻ രാവിലെ പോകുന്ന കാര്യം. അപ്പം അവരൊക്കെ പാടത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവരൊക്കെ എല്ലാവരും യാത്ര പറയുകയാണ്. ഇനിയിപ്പോൾ അച്ഛനൊരു വർഷമൊക്കെ കഴിഞ്ഞിട്ടൊക്കെയല്ലേ കാണുള്ളൂ. അപ്പോൾ വാമിക്കുട്ടിക്ക് പോവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇച്ചിരി ചിടുങ്ങിയൊക്കെ നിന്നു. പക്ഷേ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുടുങ്ങുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ആൾ നൈസായിട്ട് ഞങ്ങൾ ഓരോരുത്തർക്ക് എടുത്ത് വർത്തമാനമൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തി കേട്ടോ. അച്ഛനങ്ങനെ പോവാനൊരു ഇഷ്ടമേ ഇല്ല കേട്ടോ. കാരണം മക്കളൊക്കെ ഇവിടെ ആയതുകൊണ്ട് വലിയ താല്പര്യം ഇല്ലായിരുന്നു പോവാനൊക്കെ ആയിട്ട്. പക്ഷേ എന്താ ചെയ്യാല്ലേ, പ്രവാസികളുടെ ഓരോ വിഷമങ്ങളല്ല. ഇനിയിപ്പോൾ ഒരു വർഷത്തെ കാലാവധി ഉണ്ട്. ഇനി അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരാൻ പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിൻചേട്ടൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഫുഡൊക്കെ എടുത്ത് കൊടുത്തു. ആൾക്ക് പുട്ട്, ചിക്കൻ കറി, കടലക്കറി, പഴം പുഴുങ്ങിയത്, പിന്നെ കോഫി എന്നും കഴിക്കാറുണ്ട്. പക്ഷെ ഞാനിന്ന് കൊടുത്തില്ല. ഞാനുണ്ടാകുമ്പോൾ അങ്ങനെ കോഫി, ടീ ഒന്നും കൊടുക്കാറില്ല കേട്ടോ. അത് ഞാനെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പൈനാപ്പിൾ ജ്യൂസൊക്കെ അടിച്ചു കൊടുത്തു വേഗം. പിന്നെ ഞങ്ങൾ അപ്പൂസിന് നല്ല പനിയായിരുന്നു കേട്ടോ. 2 ദിവസം മുന്നേ വന്നതായിരുന്നു, പക്ഷെ അത് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വെള്ളത്തിൽ കളി കൂടിയതുകൊണ്ട് വീണ്ടും വന്നതാണെന്ന് തോന്നുന്നത്. അങ്ങനെ ആൾക്ക് നല്ല പനിയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പം സ്ട്രോബെറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ. അപ്പോൾ സ്ട്രോബെറിയൊക്കെ കഴിച്ച് മരുന്നും കഴിച്ച് ആൾ വേഗം കിടന്നുറങ്ങി കേട്ടോ. നല്ല പനിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല ടയേർഡായിട്ട് ആൾ കിടന്നുറങ്ങി. അപ്പോൾ ജിംബും വാമിയും ആ ടൈമിൽ പച്ച ചാമ്പയ്ക്ക ഫുള്ള് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് ചാമ്പയ്ക്കയിൽ ഈ മുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ ആ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വിൻചേട്ടനൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നുകൂടെ കഴിച്ചു. അപ്പോഴേക്ക് വാമി കിടന്നുറങ്ങി. തലേദിവസം ഇവർ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു എല്ലാവരും. അങ്ങനെ ഞാനും കുറച്ച് നേരം കിടന്നുറങ്ങി കേട്ടോ. കാരണം രാവിലെ ഉറങ്ങണ്ടെന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ ഡോക്ടർ പറയാറുണ്ട് കേട്ടോ, അത്യാവശ്യം പണികളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ റെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫ്രഷായി വന്നപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം ഓറഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഡോക്ടർ പറയാറുണ്ട് ഫ്രൂട്ട്സ് അങ്ങനെ കൂടുതൽ കഴിക്കരുതെന്ന് പറയാറുണ്ട്. പക്ഷേ ഞാൻ പൊതുവേ എൻ്റെ പ്രഗ്നൻസിയിൽ ഫ്രൂട്ട്സ് ഒന്നും കഴിച്ചിട്ടില്ല ഇതുവരെ. ഫ്രൂട്ട്സ് കഴിക്കൽ ഭയങ്കര കുറവായിരുന്നു. പഴം കഴിക്കുമായിരുന്നു. അത് ജസ്റ്റ് റോബസ്റ്റ പഴം കഴിക്കുമായിരുന്നു. പിന്നെ ചെറുപഴം കഴിക്കുമായിരുന്നു കേട്ടോ. നേന്ത്രപ്പഴം അങ്ങനെ കഴിക്കാറുന്നില്ല. വേറെ ഫ്രൂട്ട്സ് കഴിക്കലൊക്കെ ഭയങ്കര കുറവായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നത്തെ ഓറഞ്ച് ഭയങ്കര നല്ല സ്മെല്ലായിരുന്നു കേട്ടോ ഇന്നത്തെ ഓറഞ്ചിന്. അപ്പോൾ ഇങ്ങനെ 2 ഓറഞ്ചൊക്കെ എടുത്ത് കഴിച്ചു. അപ്പം എൻ്റെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫ്രൂട്ട്സ് കഴിക്കൽ ഭയങ്കര ആയിട്ട് നിയന്ത്രിക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പേരയ്ക്ക ഒക്കെ കുറച്ചൊക്കെ കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓറഞ്ച് അത്യാവശ്യം പുളിയൊക്കെ ഉണ്ടായിരുന്നു. മധുരം ഉണ്ടായിരുന്നു എങ്കിലും ഒരു ഓറഞ്ചിൻ്റേതായിട്ടുള്ളൊരു പുളിയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ. പിന്നെ പൈനാപ്പിൾ ഞാൻ ഇപ്പം 9 മന്ത്സ്, എനിക്ക് 21st 9 മന്ത്സ് തുടങ്ങും. അപ്പം ഞാൻ പൈനാപ്പിളൊക്കെ ചെറിയ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം കഴിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം 9 മന്ത്സ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പൈനാപ്പിൾ, പപ്പായ, അതിൽ ഡേറ്റ്സ് അതൊക്കെ കഴിക്കുന്നതൊക്കെ നല്ലതാണെന്ന് പറയാറുണ്ട് കേട്ടോ. പക്ഷേ 2 ഓറഞ്ച് കഴിച്ചിട്ട് എൻ്റെ വയറൊന്നും നിറഞ്ഞില്ല കേട്ടോ. അപ്പം ഞാൻ വാട്ടർമെലൺ ഉണ്ടായിരുന്നു, വാട്ടർമെലണും കൂടെ കട്ട് ചെയ്ത് കഴിച്ചു. പക്ഷേ ഈ കഴിക്കുന്നതൊക്കെ ഭയങ്കര സീക്രട്ടായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഞ്ചിൻ്റെ സമയത്താണ് ഞാൻ അതൊക്കെ കഴിച്ചത്. അപ്പം മക്കൾ കാണണ്ടെന്ന് വിചാരിച്ചിട്ട് ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ടൊക്കെയാണ്, ഒളിച്ചും പതുങ്ങിയിട്ടൊക്കെയാണ് ഈ വക സാധനങ്ങളൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ വീട്ടിൽ. പിന്നെ ഞാൻ ഫ്രഷ് ആവുന്നതിന് മുന്നേ എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2-3 പേരൊക്കെ എന്നോട് ചോദിച്ചിരുന്നു ഏത് എക്സസൈസാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ തിരക്ക് കഴിഞ്ഞിട്ട് ചെയ്യാം കേട്ടോ. കാരണം
ഒരു എക്സസൈസ് ഒരു 10-15 ടൈംസ് ഒക്കെ ചെയ്യാനുള്ള ടൈമേ കിട്ടുന്നുള്ളൂ ഇപ്പോൾ, നല്ല തിരക്കൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ചെയ്യാം കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. ഇവിടെ പ്രോജക്റ്റിൻ്റെ വർക്കാണ്. അനിയത്തി BEd ചെയ്യുന്നുണ്ട് ഓൺലൈനിൽ. അപ്പോൾ അനിയത്തി ഡെലിവറി കഴിഞ്ഞതുകൊണ്ട് അമ്മൂട്ടി ഫ്രീ ആയതുകൊണ്ടും അമ്മൂട്ടിയാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പ്രൊജക്റ്റ് എഴുതാനുള്ളതൊക്കെ ഞങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. പക്ഷേ ഈ വർക്കുകളൊക്കെ എനിക്ക് കൂടുതൽ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മൂട്ടിയും അനിയത്തിയും കൂടെയാണൊക്കെ ചെയ്തത് കേട്ടോ. അതിനിടയ്ക്ക് ജിംബു ലവ് നോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിനിച്ചേട്ടന് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് വിനിച്ചേട്ടൻ പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ നൈസായിട്ട്. സോ ക്യൂട്ട്. സി മാമി പപ്പയുടെ ഫോട്ടോ അല്ലല്ലേ, രാഹുൽ ഗാന്ധി. ഇതെന്താ ധോണി? ഓക്കേ, ധോണി ഓ ഫ്ലൈറ്റ് ഷിവ് എന്ന് പറഞ്ഞ സാധനം. നൈസ്. ലവ് യു മമ്മി. ആ സുധാകരനൊക്കെ ഉണ്ടല്ലോ. ഇതെന്താ കൊടികുത്തി മലയോ? ഇഷ്ടമായാലും ഇതിലൊക്കെ സ്പൈസ് ഒന്നും കൂടുതലിടാതെ വെച്ചത്, അങ്ങനെയൊക്കെ വെച്ചാൽ മതി. ഇന്ന് വരുന്നില്ല ടപ്പ്, പക്ഷെ കുറച്ചെങ്ങനെ ചിരിക്കും. അപ്പോ തവളയോ? മതി മതി മതി. അയ്യോ കാണുന്നത്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് മരുന്നിൻ്റെ ടൈമായിരുന്നു. കാരണം അപ്പൂസിന് രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പോൾ അടുത്തടുത്ത് പനിയായതുകൊണ്ട് ഇവർ ക്ലിനിക്കിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്ത് തന്നെ കരിങ്കിലത്താണ് ഒരു ചെറിയ ക്ലിനിക്ക് ഉണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് തന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരുമിച്ച് ഇടവിട്ട് പനിയുണ്ടായല്ലോ. അപ്പോൾ അതുകൊണ്ട് ആൻറ്റിബയോട്ടിക് അവർ തന്നത്. അപ്പോൾ അവർ മിക്സ് ചെയ്യാനുള്ള മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പം അപ്പൂസനും മച്ചക്കുട്ടനും കൂടെ മിക്സ് ചെയ്യലും തിരക്കൊക്കെയാണ്. പിന്നെ മരുന്ന് കഴിക്കാൻ അപ്പൂസിനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ആൾ നന്നായിട്ട് കഴിച്ചോളും. അപ്പോൾ അതിൻ്റെ വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് രണ്ടും ഇങ്ങനെ അവർക്ക് കൊടുത്ത് നൈസായിട്ട് ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് അടിച്ചു കേട്ടോ. പിന്നെ അനിയത്തി ഇതിലേക്ക് പ്രോജക്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മാഗ്നറ്റ്, ഒരു മങ്കി. ഇത് ജസ്റ്റ് കുട്ടികളെ പഠിപ്പിക്കാൻ ബിറ്റ്വീൻ, അണ്ടർ, ഓൺ എന്നൊക്കെ പഠിപ്പിക്കാനൊക്കെ ആയിട്ട്. ഇപ്പം വീഴും കേട്ടോ. അണ്ടർ ദ ട്രീ ആവും കേട്ടോ മങ്കി. അതേ കിടക്കണോ മങ്കി താഴെ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞാൻ വോയിസ് ഓവർ കൊടുത്തതിൽ മൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അല്ലെങ്കിൽ ജസ്റ്റ് വോയിസ് ഓവർ ഡയറക്റ്റ് ഫോണിൽ തന്നെ കൊടുക്കുക ചെയ്യാറുള്ളത്. ഇന്ന് വിൻചേട്ടൻ വന്നതുകൊണ്ട് വിൻചേട്ടനിൽ മൈക്ക് ഉള്ളതുകൊണ്ടും ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇഷ്ടപ്പെട്ടവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. നാളെ മിക്കവാറും ഷോർട്സ് ആവാനൊരു ചാൻസ് ഉണ്ട്. കാരണം ഇന്ന് നല്ല പണികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നാളെ ഷോർട്സ് ആവാനൊരു ചാൻസ് ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നാളെ ഫുൾ വീഡിയോ ആയിട്ട് പുതിയൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് വരാം. താങ്ക് യു.